ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരൻസ് ഓഫ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, പല രീതിയിൽ പല പ്ലാറ്റ്ഫോംസിലൂടെ അവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണ്. അപ്പോൾ എനിക്ക് പാരൻസിനോടാണ് സംസാരിക്കാനുള്ളത്. കാരണം അവരുടെ മെസ്സേജസും കോൾസും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പാരൻസിൻ്റെ അടുത്ത് അർജൻറ്റായിട്ട് ഈ മെസ്സേജ് വന്ന് പറയണം തോന്നി. പാരൻസ് ദയവ് ചെയ്ത് അവസാനം വരെ ഈ വീഡിയോ കാണണം. നമുക്കറിയാം നീറ്റിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇറ്റ് വാസ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ദാറ്റ് ഹാപ്പൻ. ഇത്രയും ടഫായിട്ടുള്ള ഒരു പേപ്പർ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. 2016 നീറ്റ് എക്സാമിന് ശേഷം ആ ഒരു ഡിഫിക്കൽട്ടി ലെവലുള്ള പേപ്പറാണ് നമ്മൾക്ക് ഇന്നലെ കിട്ടിയത്. അപ്പോൾ നീറ്റിൻ്റെ ആ ഒരു പാറ്റേൺ, അതായത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് വരികയായിരുന്നു. ഒരു കോവിഡ് ടൈം മുതൽ, കോവിഡ് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിൽ, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഒരുവിധം സിമ്പിൾ പേപ്പർ, മോഡറേറ്റ് ലെവൽ എക്സാം ആണ് പേപ്പറാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അവർ നീറ്റിന് എക്സ്ട്രാ ഉണ്ടായിരുന്ന 20 മിനിറ്റ്സ് മാറ്റി. അതായത് 3 hours 20 മിനിറ്റ്സിന് പകരം എക്സാം ടൈം 3 hours മാറ്റി. അതേപോലെ ഓരോ സബ്ജക്റ്റിലും 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ റിമൂവ് ചെയ്തു, 45 ക്വസ്റ്റ്യൻ ആക്കി. അതൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നീറ്റ് 2026 പ്രീ കോവിഡ് പാറ്റേണിലേക്കാണ് പോകുന്നത്. അതായത് കോവിഡിന് മുമ്പുള്ള ഒരു പാറ്റേണിലേക്കാണ് പോകുന്നത്. അപ്പോൾ നീറ്റിൻ്റെ ഒരു എൻറ്റയർ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്കതിനെ പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് ടൈംസ് ആയിട്ട് നമുക്ക് എന്താ പറയുക, കാറ്റഗറൈസ് ചെയ്യാം. പ്രീ കോവിഡ് ടൈം വരെയുള്ള 2019 വരെയുള്ള നീറ്റ് പേപ്പറുകൾ നല്ല ഡിഫിക്കൽട്ടി ലെവലുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മോഡറേറ്റ് ടു ഡിഫിക്കൽട്ടിനെ നമുക്ക് ആ പേപ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പോസ്റ്റ് കോവിഡ് ടൈം നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ടു ഈസി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ട്. അതിലും ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ജനറലി മക്കൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്കോർ നോക്കുമ്പോൾ, അപ്പോൾ കഴിഞ്ഞ വർഷം നീറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളും പേപ്പർ ലീക്കേജും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് 720 കിട്ടിയ ഒരു സിറ്റുവേഷനും ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് പെർസെൻറ്റേജുകളും വളരെ ഹൈ ആയിരുന്നു. പക്ഷേ ഈ വർഷം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റി കാരണം കട്ട് ഓഫിലും ഒരുപാട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതായത് പ്രീ കോവിഡിലെ പോലെ തന്നെ കട്ട് ഓഫുകളും കുറയും. അപ്പോൾ കോവിഡിന് മുമ്പ് നടന്നിരുന്ന നീറ്റ് എക്സാമുകളിൽ ഒരു 500-ന് മുകളിലുള്ള സ്കോർ, 550-ന് മുകളിലുള്ള സ്കോറൊക്കെ വളരെ ഹൈ സ്കോർ ആയിട്ടായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന 600 അബവ് അല്ലെ 700 ആ ഒരു ലെവലിലുള്ള സ്കോർസ് ആയിട്ടാണ് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ നീറ്റ് പേപ്പർ, അതിൽ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഏറ്റവും ഡിഫിക്കൽട്ടായിരുന്നു. അതിൽ എത്ര സ്മാർട്ടായിട്ടുള്ള കുട്ടി വിചാരിച്ചാലും ആ ഒരു ടൈം ലിമിറ്റിൽ അത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. അങ്ങനെ ചെയ്തിട്ടുള്ള കുട്ടി മസ്റ്റ് ബി ആൻ എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻറ്റ്. കാരണം ഇറ്റ് വാസ് ഇംപോസിബിൾ ടു സോൾവ് ഇറ്റ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേപ്പർ എഴുതണമെങ്കിൽ ഒരു 4 മണിക്കൂർ സമയം എന്താണെങ്കിലും വേണം. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇത്രയും ഹൈ ഡിഫിക്കൽട്ടി ലെവലാക്കിയെന്ന് ചോദിച്ചാൽ, മേ ബി ബിക്കോസ് സ്ലോലി ദേ ആർ ഇൻക്രീസിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദി എക്സാം, കമ്മിങ് ബാക്ക് ടു ദ പ്രീ കോവിഡ് ടൈംസ്. അതാണ് അതിൻ്റെ ഒരു കാരണം. ഫിസിക്സിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ നല്ല ടഫായിരുന്നു. പിന്നെ കെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 5 to 8 ക്വസ്റ്റ്യൻസ് നല്ല ടഫായിരുന്നു. നല്ല സമയമെടുത്ത് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബയോളജിയിൽ നോക്കുകയാണെങ്കിലും ഒരു 5-6 ക്വസ്റ്റ്യനൊക്കെ നല്ല ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കെമിസ്ട്രി ഒക്കെ നല്ല ലെങ്തി ആയിരുന്നു. ഈവൻ ബയോളജി വാസ് വെരി ലെങ്തി പേപ്പർ. ഓവറോൾ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ മക്കൾ ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ സോൾവ് ചെയ്യാൻ നോക്കിയത്. അപ്പം അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ അവർ ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പം ഫിസിക്സിലൊക്കെ ഡയറക്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ അവരെ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസിൽ നിന്ന്, മോക്കിൽ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ബയോളജിയിലും വന്നിട്ടുണ്ട്. നമ്മുടെ പ്രീനീറ്റ് മോക്കിൽ അവർ ചെയ്ത ക്വസ്റ്റ്യൻസ്, നമ്മുടെ DPPയിലുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് ഈ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത്. നീറ്റ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവരുടെയൊക്കെ മുഖങ്ങൾ നിങ്ങൾ കണ്ടതായിരിക്കും. അവരുടെ മനസ്സിൻ്റെ വിഷമം നിങ്ങൾ കണ്ടതായിരിക്കും. ഒരുപാട് പേര് നിങ്ങളോട് വന്ന് കരഞ്ഞിട്ടുണ്ടാകും. പക്ഷേ MBBS ഉള്ളൊരു ഡ്രീം, ഈ ഒരു ഡ്രീം വേണം, എനിക്ക് എന്താണെങ്കിലും ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവരിനിയും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ ബേസിക്കലി മക്കളിപ്പം ഭയങ്കര ഒരു കൺഫ്യൂഷനിലാണ്. എന്ത് ചെയ്യണം? ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായി പോയോ? എൻ്റെ പേരൻസിനെ ഞാൻ വിഷമിപ്പിച്ചോ? എൻ്റെ പേരൻസിന് ഞാനൊരു ഇൻസൾട്ടായോ? അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അവരിപ്പോൾ വിഷമിക്കുന്നുണ്ട്. സോ ഡിയർ പേരൻസ്, എനിക്കറിയാം നിങ്ങളും സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അവർക്ക് വേണ്ടി. നിങ്ങളുടെ പൈസ, നിങ്ങളുടെ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങൾ അവരെ പഠിക്കാൻ വിട്ടിട്ടുണ്ടാകുക. ആൻഡ് ഐ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ
please know that more than all of this, what is important is the life of our child. നമ്മുടെ കുട്ടിയല്ലേ നമുക്ക് ഏറ്റവും വലുത്. അവർ ഹാപ്പി ആയിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ഏറ്റവും. അതിൻ്റെ അപ്പുറമല്ലേ എന്ത് പൈസയും എന്ത് എക്സാമും എന്ത് പൊസിഷനും റാങ്കും വരുന്നുള്ളൂ. അപ്പോൾ പ്ലീസ്, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ ദ പാരൻസ്, പ്ലീസ് ബി കൈൻഡ്, പ്ലീസ് ബി എ ലിറ്റിൽ റിലാക്സ്ഡ് ഓൺ യുവർ ചൈൽഡ്. ഭയങ്കരമായിട്ടുള്ള നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ഇപ്പോൾ അവരോട് പറയാണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ അതാ ഒരു പാരൻറ്റിനെ കണ്ടിട്ട് വന്നിട്ടേ ഉള്ളൂ. കുട്ടി ഉറങ്ങാതിരുന്ന് പഠിച്ച് എക്സാം ടഫായി, എക്സാം കഴിഞ്ഞിട്ടും ഈ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആ കുട്ടീനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് വരുന്ന ഒരു പാരൻറ്റിനോട് ഞാൻ ഇപ്പോൾ സംസാരിച്ചതാണ്. പാരൻസിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡും എനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മളുടെ മക്കൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാണ്ടിരിക്കുക. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് ആൻ എക്സാമിനേഷൻ, right? It is only qualifying them to get into a good college. So അതുകൊണ്ട് അത് അവരുടെ ലൈഫ് തന്നെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാക്കി നിങ്ങൾ മാറ്റാതിരിക്കുക. നിങ്ങൾ അങ്ങനെ ആക്കിയില്ലെങ്കിലും മക്കൾ അങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അവർ ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരുന്ന മെസ്സേജസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം അത്രയ്ക്കും വോയിസുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് നിറയാതെ എനിക്ക് കേട്ട് തീർക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നീറ്റിൻ്റെ കട്ട് ഓഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു 530 മുകളിലേക്കൊക്കെ ഒരു സേഫ് സ്കോറായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ 600, 680 ഒക്കെയാണ് ഈ ഒരു റേഞ്ച്, 530, 550 മുതലുള്ള മാർക്കുകളൊക്കെ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ കിട്ടുന്നവർക്ക് എന്താണെങ്കിലും നമുക്കൊരു MBBS സീറ്റ് പ്രതീക്ഷിക്കാം. കാരണം എക്സാം നല്ല ടഫായതുകൊണ്ട് കട്ട് ഓഫ് ലെവൽ കുറയും. പിന്നെ നമുക്ക് NTA ഒഫീഷ്യൽ ആൻസർ കീക്ക് വെയിറ്റ് ചെയ്യണം. ചില ക്വസ്റ്റ്യനുകളിൽ ചില കൺഫ്യൂഷനുകൾ ഉണ്ട്, ചില ക്വസ്റ്റ്യനുകളിൽ ചില മിസ്റ്റേക്സ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് NTA ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ വന്നാലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. പിന്നെ നമുക്കറിയാം റിസർവേഷൻ ആണെങ്കിൽ സ്കോർസ് ഇനിയും ലോവർ സ്കോർസിൽ 480 മുതലൊക്കെയുള്ള സ്കോറുകളിൽ നമുക്ക് MBBS പ്രതീക്ഷിക്കാം. കൂടാതെ നമുക്ക് മറ്റ് കോഴ്സസും ഓപ്ഷൻസ് ഉണ്ട്. BDS ഉണ്ട്, BAMS ഉണ്ട്, BHMS ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. മക്കളോട് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് ഡോണ്ട് മേക്ക് ഡിസിഷൻസ് ഇൻ ദീസ് 2-3 days. ഒരു ഡിസിഷൻസും ഇപ്പോൾ എടുക്കരുത്. ബിക്കോസ് യു ആർ സ്ട്രെസ്ഡ്, യു ആർ അണ്ടർ എ ലോട്ട് ഓഫ് പ്രഷർ. MBBS ആണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്താലും പറ്റില്ല, എനിക്ക് അത് തന്നെ വേണം, എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ, പ്ലീസ് ടേക്ക് എ ഡിസിഷൻ വൺസ് യുവർ മൈൻഡ് ഈസ് റിലാക്സ്ഡ്. ഓക്കെ, നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഐ എം ഹിയർ ടു സപ്പോർട്ട് യു. അപ്പോൾ മക്കളെല്ലാവരും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ നിങ്ങളുടെ സ്കോർ എന്താണെന്ന്. എത്ര കുറഞ്ഞ സ്കോർ ആയിക്കോട്ടെ, എത്ര എങ്ങനെയുള്ള സ്കോർ ആണെങ്കിലും നിങ്ങളുടെ ആ സ്കോർ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വേറെ പേരൻസിനോട് പറയാനുള്ളത്, ഈ മെസ്സേജ് ഫുള്ള് നിങ്ങൾ കേട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാം. മേ ബി ഐ ട്രൈ ടു കം ആൻഡ് റിപ്ലൈ ത്രൂ എ വീഡിയോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് മാക്സിമം സപ്പോർട്ടായിട്ട് നിൽക്കാം. ഒരു 2 ദിവസം അവരോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത്. കട്ട് ഓഫ് കുറയും, കുഴപ്പമില്ല. മാർക്കിൻ്റെ ഒരു റേഞ്ച് ഏകദേശം മനസ്സിലായല്ലോ. കൂടുതൽ വീഡിയോസായിട്ട് നമ്മുടെ ടീം വരുന്നുണ്ട്. അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് അവരെ മാർക്ക് എന്തായി, പൈസ കളഞ്ഞു, അല്ലെങ്കിൽ ഇനി നീ റിപ്പീറ്റ് ചെയ്യണ്ട, ഇനി പഠിക്കണ്ട, ഇനി വേറെ എന്തെങ്കിലും പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്ത് അവരെ ഒരുപാട് സ്ട്രെസ്സിലേക്ക് ഇടാണ്ടിരിക്കുക. Please remember, end of the day, our child's life is most precious for us. അപ്പോൾ അതൊന്ന് ഓർക്കുക. I hope this was helpful. Thank you.